കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. 13-ാം തീയതി മുതൽ ഇന്ന് മുതൽ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് ഈ അലോട്ട്മെൻറ്റിന് ശേഷമല്ല, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. SC ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ 930 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾ 1850 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഈ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഫീസ് അടയ്ക്കാതിരുന്നാൽ ഒരു കാരണവശാലും നിങ്ങളെ സെക്കൻഡോ തേർഡോ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജും ഏത് കോഴ്സും കിട്ടിയാലും നിങ്ങൾ ഫീസ് അടയ്ക്കുക. ദെൻ നിങ്ങൾക്ക് ആ ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയാൽ മതി. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അതിന് മുകളിലോട്ടുള്ള കിട്ടിയ കോളേജിന് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് പരിഗണിക്കുന്നതായിരിക്കും. അപ്പം അബാർ ID എന്ന് പറയുന്ന ഒരു കാര്യം വേണമെന്നുള്ളത് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അബാർ ID, അതുപോലെ എങ്ങനെയാണ് അബാർ ID ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള വീഡിയോസിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ 24 മണിക്കൂറിനുള്ളിൽ 3 വീഡിയോസിന് മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, എപ്പോഴും പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്ന്, നോട്ടിഫിക്കേഷൻ വരാത്ത വീഡിയോസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അബാർ ID എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് തേർഡ് അലോട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഫീസ് 17-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.